കഴിഞ്ഞ ഡിസംബർ 5 മുതൽ ഇന്നേക്ക് ഏകദേശം 17 പേരാണ് ജമ്മു കാശ്മീരിലെ ബുദ്ദാൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മരണങ്ങൾ സംഭവിക്കുന്നതെന്നോ എന്ത് അസുഖമാണെന്നോ ഒന്നും ഇതുവരെ ഒരു മെഡിക്കൽ വിദഗ്ധേഴ്സിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു ഗ്രാമം ഇപ്പോൾ ഒരു കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു ജമ്മു കാശ്മീർ മൊത്തം ഒരു ടെൻഷൻ, അതുപോലെ തന്നെ എന്ത് രോഗമാണ്, എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ്. പണ്ട് നമ്മുടെ നാട്ടില് ഈ കൊറോണ വൈറസ്, അതുപോലെ തന്നെ നിപ്പ വൈറസ് ഒക്കെ വന്ന സമയത്ത് ആളുകളെല്ലാം ഭയപ്പെട്ട് നിന്നില്ല. അതുപോലൊരു അവസ്ഥയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ പറ്റുന്നതെന്നോ എങ്ങനെയാണ് മരണപ്പെടുന്നതോ ഒന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു സംഭവങ്ങളെല്ലാം ആരംഭിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഫൈസൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകളുടെ കല്യാണമായിരുന്നു. ആ ഒരു കല്യാണത്തിന് ആ ഒരു ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു കല്യാണങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുകയും ഏകദേശം 5 ദിവസത്തിന് ശേഷം ഈ ഫൈസലിന്റെ വീട്ടിലെ ഫൈസലിനുൾപ്പെടെ 4 കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള വയറുവേദനയും അതുപോലെ മയക്കവും അങ്ങനെയുള്ള രീതിയിലൊക്കെ വരികയും ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് തന്നെ ഇവരെല്ലാം മയങ്ങി വീഴുകയാണ്. മയങ്ങി വീണ ഒരു ചികിത്സയ്ക്ക് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവർ രോഗം മൂർച്ഛിച്ച് ഇവർ മരണത്തിന് കീഴടങ്ങുകയാണ്. ഈ ഒരു അസുഖം എന്താണെന്ന്, ഇത്രയും പേര് പെട്ടെന്ന് എങ്ങനെ മരണപ്പെട്ടെന്നോ എന്നുള്ള എല്ലാം ടെൻഷനിൽ ഈ ഒരു രീതിയിലൊക്കെ ഡോക്ടർമാര് ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഫൈസൽ ഹുസൈന്റെ റിലേറ്റീവ് ആയിട്ടുള്ള റഫീഖും അതുപോലെ റഫീഖിന്റെ ഗർഭിണിയായ ഭാര്യയും അതുപോലെ തന്നെ 2 കുട്ടികളും അതുപോലെ തന്നെ അവിടുത്തെ ഒരു മുത്തശ്ശിയും എല്ലാം കൂടി ഇതേ രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. പക്ഷെ അവർക്കും ഈ ഒരു രോഗം പെട്ടെന്ന് തന്നെ വലിയ രീതിയിലോട്ട് മാറുകയും അവരും മരണത്തിന് കീഴടങ്ങിയാണ്. അപ്പോൾ തന്നെ ഡോക്ടർമാർക്കെല്ലാം ഭയങ്കര ഡൗട്ടായി. കാരണം ആ ഒരു രോഗം വൈറൽ ഫീവറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വ്യക്തമായി കാണും. കാരണം അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുകൊണ്ടൊന്നും അല്ല മരണകാരണം എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. പക്ഷെ എന്ത് രോഗമാണ് ഇവർക്ക് പിടിപെട്ടതെന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ആ ഒരു സ്ഥലം തന്നെ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി പരത്തുകയാണ്. അതുപോലെ തന്നെ തൊട്ട അയൽവക്കക്കാരായിട്ടിരുന്ന മുഹമ്മദ് അസ്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരു 6 പേരും ഈ ഒരു ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് വരികയാണ്. അവരും ഇതേ ഒരു രീതിയിലോട്ട് മുമ്പോട്ട് പോവുകയും അവരും പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രാമത്തിലുള്ള 3 കുടുംബത്തിലുള്ള ഇത്രയും പേരും പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുമ്പോൾ തന്നെ അവർക്ക് ആർക്കും ഏതാണെന്നും മനസ്സിലാവുന്നുമില്ല. ഒരു രോഗം അവർക്ക് കണ്ടെത്താനും സാധിച്ചില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടും പ്രത്യേകിച്ച് ഒരു വൈറൽ ഫീവറോ അതുപോലെ തന്നെ ദേഹത്ത് ഇതുപോലെ വിഷങ്ങൾ ചെന്നതായിട്ടോ ഒന്നും കണ്ടെത്താനും സാധിക്കുന്നില്ല. അങ്ങനെ ആ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തെ ആ ഒരു ഗ്രാമം പെട്ടെന്ന് വലിയ രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ പോവുകയാണ്. കാരണം ഈ നിപ്പയൊക്കെ ഉണ്ടായ സമയത്ത് നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ആളുകളൊക്കെ നിന്നിരുന്നത്, ഒരു വലിയ ടെൻഷനൊക്കെ ഉള്ള രീതിയിലായിരുന്നില്ല. ആ ഒരു രീതിയിലോട്ട് മാറുകയാണ് ആ ഒരു